ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ PCOD ഉണ്ടാവുമോ അല്ലെങ്കിൽ ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്ന PCOD കാരണമാവോ എന്ന് കൺസേണോട് കൂടി പല ഡൗട്ട് ചോദിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒപ്പിയിലോട്ട് ഒരു അമ്മയും മോളും വന്നിരുന്നു. ഈ കുട്ടിക്ക് ഒരു 2-3 മാസമായിട്ട് മെൻസസ് ഒരു മാസത്തിന് 2 തവണ മെൻസസ് ആവുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 2-3 മാസം മുന്നേ ഈ കുട്ടിക്ക് ഡാൻസ് പെർഫോം ചെയ്യാനുള്ളതുകൊണ്ട് അവര് ഈ മെൻസസ് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടി ടാബ്ലറ്റ് കഴിച്ചിരുന്നു. അതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഇത് PCOD ആണോ എന്നൊരു ടെൻഷനോട് കൂടിയാണ് അവർ ക്ലിനിക്കിലോട്ട് വന്നത്. ഈ ഹോർമോൺ ടാബ്ലറ്റ്സ് നമ്മൾ മെൻസസ് പോസ്റ്റ്പോൺ ചെയ്യാൻ പ്രീപോൺ ചെയ്യാൻ എന്നുള്ളൊക്കെ പർപ്പസോട് കൂടി കഴിക്കുന്ന ഹോർമോൺ ടാബ്ലറ്റ്സ് കാരണം PCOD ഉണ്ടാവില്ല. PCOD അതുകൊണ്ട് വരുന്നൊരു അസുഖമല്ല. പക്ഷെ നമ്മൾ ഓൾറെഡി PCOD ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ PCODക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ PCOD കാരണം ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ അത് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർ ഇത്തരം ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട് എങ്കിൽ അത് ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രം ഇത്തരം ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് PCOD വരില്ല. പക്ഷെ ഓൾറെഡി PCOD പോലത്തെ ഹോർമോൺ തകരാറുകളുള്ള ആളുകളാണെങ്കിൽ ഈ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ PCODയുടെ ബുദ്ധിമുട്ട് ട്രിഗേർഡ് ആവാൻ ചാൻസ് ഉണ്ട്, ബുദ്ധിമുട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇത്തരം ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കുന്നത് ഒരു 1-2 ടാബ്ലറ്റ് വല്ലപ്പോഴും കഴിക്കുന്ന അത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ട് ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട് എങ്കിൽ അത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി ഇത്തരം കണ്ടീഷൻസിന് ഈ PCOD, ഇൻഫെർട്ടിലിറ്റി പോലത്തെ കണ്ടീഷൻസിന് ട്രീറ്റ്മെന്റ് ഉള്ളവര് ഈ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.